എല്ലാവർക്കും സ്വാഗതം. ഒരു സാമ്പത്തിക മാന്ദ്യം. ഈ വാക്ക് കേൾക്കുമ്പോഴേ മിക്കവർക്കും ഒരു പേടിയാണ്, അല്ലേ? എല്ലാവരും ഒതുങ്ങിക്കൂടുന്നൊരു സമയം. പക്ഷെ ചിലർക്ക് ഇതൊരു ചാകരയാണ്, ഒരു വലിയ അവസരങ്ങളുടെ സമയം. അപ്പോൾ ഹാർവേഡ് ബിസിനസ് റിവ്യൂവിൽ ഒരു ആർട്ടിക്കിൾ വെച്ച് ഈ പ്രതിസന്ധിയെ എങ്ങനെ നമുക്കൊരു നേട്ടമാക്കി മാറ്റാം എന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ സാഹചര്യം ഇതാണ്. ഒരു സാമ്പത്തിക മാന്ദ്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ നീക്കം എന്തായിരിക്കും? ഉടൻ തന്നെ ചെലവുകളൊക്കെ വെട്ടിക്കുറച്ച് സേഫായിട്ടിരിക്കുമോ? അതോ എന്താ സംഭവിക്കണമെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് കരുതുമോ? കാരണം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ തീരുമാനം അത് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈയൊരു വാചകമാണ് സത്യത്തിൽ നമ്മളിന്ന് സംസാരിക്കുന്നതിന്റെ എല്ലാം കാതൽ. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ റിസ്ക്. അത് പരാജയത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടതെന്താണ്? വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ. ശരി, നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് രണ്ട് വശമുള്ള ഒരു നാണയം പോലെയാണ്. ഒരു വശത്ത് നോക്കിയാൽ വലിയ അപകടങ്ങളാണ്, സംശയമില്ല. പക്ഷെ മറുവശം മറിച്ചു നോക്കിയാലോ, അവിടെ ചിലപ്പോൾ ആരും കാണാത്ത വലിയ അവസരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നോക്കൂ, ഇവിടെ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു കൂട്ടർ പ്രതിസന്ധി വരുമ്പോൾ പേടിച്ച് ചെറിയ ചില കാര്യങ്ങൾ മാത്രം ചെയ്തു ഒതുങ്ങുന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങൾ വഷളാകുമ്പോൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുന്നു. എന്നാൽ മറ്റേ കൂട്ടരോ, അവർ തുടക്കത്തിലെ ഒരു കൃത്യമായ പ്ലാനോടെ മുന്നോട്ടു പോകുന്നു. അവർക്ക് എതിരാളികളെക്കാൾ കരുത്തോടെ തിരിച്ചു വരാൻ പറ്റുന്നു. അതാണ് പോയിന്റ്. തുടക്കത്തിലെ ഒരു പ്ലാൻ വേണം. അപ്പോ നമ്മുടെ പ്ലാനിലെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഏതൊരു യുദ്ധത്തിലും ആക്രമണത്തിനു മുൻപ് പ്രതിരോധം ശക്തമാക്കണം. അതുപോലെ പുറത്തുള്ള അവസരങ്ങൾ പിടിച്ചെടുക്കുന്നതിനു മുൻപ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്, അതായത് നമ്മുടെ സ്ഥാപനം സുരക്ഷിതമാക്കണം. ഏതെങ്കിലും ഒരു നടപടി എടുക്കുന്നതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതൊരു ആത്മപരിശോധനയാണ്. എവിടെയൊക്കെയാണ് നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്? ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇത് വെറും കുറച്ച് നമ്പറുകളല്ല, വരാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാനാണ്. ഒരു ചെറിയ സാമ്പത്തിക മാന്ദ്യം വന്നാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ തകർച്ചയായാലോ? ഓരോ സാഹചര്യത്തിലും നമ്മുടെ ബിസിനസ്സിന് എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ ശ്രമിക്കണം. ഏറ്റവും മോശം അവസ്ഥയെ നേരിടാൻ നമ്മൾ തയ്യാറാണോ? അതാണ് ചോദ്യം. നമ്മുടെ പ്രതിരോധത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പണമാണ്, അതായത് ക്യാഷ്. ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ കയ്യിൽ പണം വേണം. അതുകൊണ്ട് ഓരോ രൂപയുടെയും വരവും ചെലവും കൃത്യമായി അറിയണം. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പ്രവർത്തന മൂലധനം പരമാവധി കാര്യക്ഷമമാക്കണം. ഇതാണ് നമ്മുടെ അതിജീവനത്തിന്റെ അടിത്തറ. ശരി, സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ ഭദ്രമാക്കി. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളാണ്. എവിടെയൊക്കെ ചെലവ് കുറയ്ക്കാം, കാര്യക്ഷമത കൂട്ടാമെന്ന് നോക്കണം. അതിലുപരി വരുമാനം കൂട്ടാൻ എന്തൊക്കെ പുതിയ വഴികളുണ്ട് എന്ന് കണ്ടെത്തണം. ചിലപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ചില നിക്ഷേപങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്നും മാറ്റിവെക്കേണ്ടി വരും. ഓക്കേ, നമ്മൾ നമ്മുടെ കോട്ടയൊക്കെ കെട്ടി ഭദ്രമാക്കി. ഇനി എന്തു ചെയ്യണം? പ്രതിരോധം മാത്രം മതിയോ? പോരാ, ഇനി വേണ്ടത് ആക്രമണമാണ്. ഇവിടെയാണ് കളി ശരിക്കും മാറുന്നത്. മറ്റുള്ളവർ പേടിച്ചു പിന്മാറുമ്പോൾ കൃത്യമായി തയ്യാറെടുത്ത നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള അവസരം വരുന്നത് ഇവിടെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അല്ലേ? പക്ഷെ ചരിത്രം നോക്കിയാൽ മനസ്സിലാകും, ധീരമായ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയങ്ങളിലൊന്നാണ് സാമ്പത്തിക മാന്ദ്യം. കാരണം മാർക്കറ്റ് ദുർബലമായിരിക്കുമ്പോൾ ശരിയായ നീക്കങ്ങൾ നടത്തുന്നവർക്കാണ് ഭാവിയിൽ വൻ നേട്ടങ്ങൾ കൊയ്യാനാവുക. നമുക്ക് വളരെ പരിചിതമായ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. 2001 ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായപ്പോൾ ടെക് ലോകത്തെ ഭീമനായ ആപ്പിൾ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റെല്ലാ കമ്പനികളും പേടിച്ച് പണം മുറുക്കി പിടിച്ചിരുന്ന ആ സമയത്ത് ആപ്പിൾ എന്താ ചെയ്തതെന്നറിയോ? അവരുടെ റീസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്, അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പണം 13% അങ്ങ് കൂട്ടി. ആ സമയത്ത് എല്ലാവർക്കും ഇതൊരു ഭ്രാന്തൻ തീരുമാനമായിട്ടാവും തോന്നിയത്. പക്ഷേ അതൊരു കിടിലൻ നീക്കമായിരുന്നു. ആ നിക്ഷേപത്തിന്റെ ഫലം എന്തായിരുന്നു? ഐപോഡ്, ഐട്യൂൺസ് പോലുള്ള വിപ്ലവകരമായ ഉൽപ്പന്നങ്ങൾ. അതുവഴി സംഗീത ലോകം തന്നെ അവർ മാറ്റിമറിച്ചു. ആ ഒരൊറ്റ ധീരമായ തീരുമാനം ആപ്പിളിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതി. ഇത് കാണിക്കുന്നതെന്താണ്? പ്രതിരോധം പോലെ തന്നെ ആക്രമണവും വളരെ പ്രധാനമാണ്. ശരി, ഇനി നമുക്ക് മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഉദാഹരണം നോക്കാം. കാരണം ഈ തത്വം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഒന്നോർത്തു നോക്കൂ, 9/11 ആക്രമണം കഴിഞ്ഞ സമയം. യാത്രാമേഖല മുഴുവൻ നിശ്ചലമായി കിടക്കുകയാണ്. ആ സമയത്താണ്
കാർണിവൽ ക്രൂസ് ലൈൻ അവരുടെ പ്രധാന എതിരാളിയെ ഏറ്റെടുക്കാനൊരുങ്ങുന്നത്. മറ്റുള്ളവരെല്ലാം ഭയന്ന് പിന്മാറുമ്പോൾ അവസരം മുതലെടുക്കാൻ അവർ കാണിച്ച ധൈര്യം, അതാണ് അവരെ ആ വ്യവസായത്തിലെ ഒന്നാം സ്ഥാനത്തെത്തിച്ചത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോ ഒരു ധാരണയായി. പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്: ഇതെല്ലാം എങ്ങനെ നടപ്പിലാക്കും? കാരണം നല്ലൊരു പ്ലാൻ മാത്രമുണ്ടായാൽ പോരല്ലോ, അത് കൃത്യമായി നടപ്പിലാക്കാനും കഴിയണം. ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ചിട്ടയായ ഒരു പ്രക്രിയയിലൂടെയാവണം. അതിനായി ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ മാത്രമായി ഒരു ടീമിനെ ഉണ്ടാക്കുക. എന്ത് ആദ്യം ചെയ്യണം, എന്ത് പിന്നീട് ചെയ്യണം എന്ന് മുൻഗണന നിശ്ചയിക്കുക. ജീവനക്കാരുമായി കാര്യങ്ങൾ തുറന്നു സംസാരിച്ച് അവരുടെ പിന്തുണ ഉറപ്പാക്കുക. ഏറ്റവും പ്രധാനമായി, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ പ്ലാനിലും മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. ഈ ക്രൈസിസ് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺട്രോൾ റൂം പോലെയാണ്. എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ചെടുക്കാനും പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടാനും ഈ ടീം നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മള് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാല്, ഒരു സാമ്പത്തിക മാന്ദ്യം എന്നത് പേടിച്ചു ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല. നേരെ മറിച്ച് കൃത്യമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു സുവർണാവസരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സത്യത്തിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ പ്രതിസന്ധിയെ ഭയന്ന് ഒരു പ്ലാനുമില്ലാതെ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി വെറുതെ കാത്തിരിക്കുന്ന ദുർബലരുടെ കൂട്ടത്തിൽ ചേരാം. അല്ലെങ്കിൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഭാവിയെ രൂപപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലെത്താം. തീരുമാനം നിങ്ങളുടേതാണ്. അതുകൊണ്ട് അവസാനം ഈ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ പിന്നാലെ പോവുകയായിരിക്കുമോ? അതോ എല്ലാവർക്കും മുന്നിൽ നിന്ന് വഴി കാണിച്ചുകൊണ്ട് അവരെ നയിക്കുകയായിരിക്കുമോ? ഉത്തരം നിങ്ങളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും.